എനിക്ക് ലൈഫിൽ ഹാപ്പിനെസ് തരുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒന്നാണ് ഈ എന്തേലുമൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് അത് വളരുന്നതും അതിൽ നിന്ന് എന്തേലുമൊക്കെ ഔട്ട് കിട്ടുന്നത് കാണുന്നത്. കുറച്ച് നാളായിട്ട് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ടൈം ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഫ്രീ ആയി. അങ്ങനെ മുന്നേ നിറച്ചു വെച്ച ഗ്രോ ബാഗും കൊക്കോപീറ്റും കൊണ്ട് പണി തുടങ്ങാമെന്ന് കരുതി. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ലൂക്കായും ഉണ്ട്. അവൻ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഫസ്റ്റ് തന്നെ കോക്കോപീറ്റ് വെള്ളം നനച്ച് കുതിർത്ത് ലൂസാക്കി എടുത്തു. ഈ കോക്കോപീറ്റ് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. ഷോപ്പിലും അവൈലബിൾ ആണ്. ദെൻ ഓൾറെഡി മണ്ണ് നിറച്ച് വെച്ചിരുന്ന ഗ്രോ ബാഗിന്റെ ടോപ്പിൽ കുറച്ച് കോക്കോപീറ്റും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരുപാട് ഡീപ്പായിട്ടല്ലെങ്കിലും കുറച്ചൊന്ന് ഇളക്കി കൊടുത്തു. വളമായിട്ട് ഞാൻ കിച്ചൺ വേസ്റ്റ് അല്ലാണ്ട് ഇതിലൊന്നും തന്നെ ചേർത്തിട്ടില്ല. ഇതിന് മുന്നേ ടൊമാറ്റോ നട്ടിരുന്നതാണ്. അത്യാവശ്യം ടൊമാറ്റോസും കിട്ടിയതായിരുന്നു. പിന്നെ ശ്രദ്ധിക്കാണ്ടെല്ലാം പോയി. പിന്നെ ഈ വിത്ത് നടാനായിട്ട് കോക്കോപീറ്റ് അല്ലാണ്ട് വേറെ പർച്ചേസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഉണക്കി പൊടിക്കാൻ വേണ്ടി വാങ്ങിയ കാശ്മീരി ചില്ലിയും പിന്നെ കുക്ക് ചെയ്യാൻ വാങ്ങിയ ടൊമാറ്റോയും മുന്നേ നട്ടിരുന്ന വെണ്ടയ്ക്കയുടെ വിത്തും പയറുവിത്തും ഇത്രയാണ് ഞാൻ നടാൻ എടുത്തത്. വിത്തൊന്ന് വെള്ളത്തിൽ കുതിർത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. വേര് പെട്ടെന്ന് വരാൻ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ പ്രൊഫഷണൽ ആയിട്ടൊന്നും എനിക്ക് നടാൻ അറിയില്ല. എങ്കിലും അറിയാവുന്നതൊക്കെ വെച്ച് നട്ടിട്ടുണ്ട്. സർവൈവ് ചെയ്ത് വരുന്ന പോരാളികളായ തൈകൾ വളരട്ടെ എന്ന് വിചാരിച്ചു. ചെറിയ വിത്തുകളൊക്കെ മണ്ണിന്റെ മീതെ ഇങ്ങനെ തൂവിക്കൊടുത്തു. വെണ്ടയും പയറും ഒക്കെ മണ്ണിൽ ചെറുതായിട്ടൊന്ന് താഴ്ത്തി വെച്ചു. പിന്നെ വെള്ളം നനയ്ക്കാൻ ഇളയാള് റൂഹായും ഹെൽപ്പിന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 1 വീക്ക് കഴിഞ്ഞ് നോക്കിയപ്പോൾ സർവൈവ് ചെയ്ത് വന്നവരൊക്കെ നല്ല ഉഷാറായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. 2 ഗ്രോ ബാഗിൽ നട്ടതൊഴിച്ച് ബാക്കിയെല്ലാം പൊടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് വളമൊക്കെ ചെയ്ത് റിപ്പോർട്ട് ചെയ്യണം. അത് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.